വിടൻ സിദ്ദിഖിനെ രക്ഷപ്പെടുവാൻ സഹായിച്ച പോലീസ് സേനയിലെ ആ നാറിയാര്? വിടൻ മുകേഷിനെ വലിയ പരിക്കേൽക്കാതെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ രക്ഷപ്പെടുത്തി വിട്ടവർ തന്നെ സിദ്ദിഖിനെയും രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായി. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ തന്നെ സിദ്ദിഖിന്റെ പൊടി പോലും കണ്ടുപിടിക്കുവാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്നത്. സിദ്ദിഖിന് രക്ഷപ്പെടുവാനുള്ള എല്ലാ അവസരവും സാധ്യതകളും അവർ ഒരുക്കി കൊടുത്തു. അങ്ങനെ സിദ്ദിഖിന്റെ അഭിഭാഷകർ ഇന്ന് സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു ഉന്നതൻ തന്നെയാണ് ഇതിന് ചരട് വലിച്ചത് എന്നാണ് വിവരം. ഓർക്കുക, ഗുണ്ടകൾക്ക് പോലും മൊബൈൽ ഡംപിംഗ് നടത്തിക്കൊടുത്ത് പോലീസ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത്. അതുപോലെ മാധ്യമ, രാഷ്ട്രീയ, സിനിമാ മേഖലയിൽ ഉള്ളവർക്ക് പോലും അവരവരുടെ ആവശ്യാർത്ഥം മൊബൈൽ ഫോൺ ചോർത്തി നൽകുന്നുമുണ്ട്. സൈബർ ഡോമിനായി സിവിലിനായി സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തി ഇതിനായി മാത്രം ഒരു ഓഫീസ് തിരുവനന്തപുരം കിംസ് ആശുപത്രിക്ക് സമീപം ആരംഭിച്ചിട്ട് വർഷങ്ങളായി എന്ന് മനസ്സിലാക്കുക. ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന്റെ അഭിഭാഷകർ ദില്ലിയിലെ മുതിർന്ന അഭിഭാഷകൻ മുഗൾ റോത്തഗിയുമായി സംസാരിച്ചു. വിധിപ്പകർപ്പും കൈമാറി. ഇര പരാതി നൽകുവാൻ വൈകിയ കാര്യം മാത്രം ചൂണ്ടിക്കാണിച്ചാൽ മതി, വലിച്ചുവാരി ഒന്നും പറയേണ്ട, ജാമ്യം ഉറപ്പാണെന്നാണ് സെറ്റിൽമെന്റ് ആശാന്മാർ കൊടുത്ത ഉറപ്പ്. കൂടാതെ മറ്റ് കേസുകളോ ക്രിമിനൽ പശ്ചാത്തലമോ ഇല്ലാത്ത സിദ്ദിഖ് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുവാൻ തയ്യാറാണെന്നും അറിയിക്കുകയും അതുകൊണ്ട് തന്നെ തെളിവ് ശേഖരിക്കുവാൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമൊന്നും നിലവിലില്ല എന്നും ഹർജിയിലുണ്ട്. അതുകൊണ്ട് ജാമ്യാപേക്ഷ ഫയൽ ചെയ്ത് ആ നമ്പർ ഒന്ന് കൊടുത്താൽ മാത്രം മതി, വായിൽ വെള്ളമൊഴിച്ച് ഞങ്ങൾ മിണ്ടാതെ ശല്യമുണ്ടാക്കാതെ ഇരുന്നു കൊള്ളാമെന്നാണ് പോലീസ് ഉന്നതൻ കൊടുത്ത ഉറപ്പ്. അതുവരെ പിടികൊടുക്കരുത് എന്ന നിയമ ഉപദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഹർജി വെള്ളിയാഴ്ചയോടെ ബെഞ്ചിന് മുന്നിൽ എത്തിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് സിദ്ദിഖിന്റെ അഭിഭാഷക സംഘം. അതേസമയം തടസ്സ ഹർജിയുമായി സർക്കാർ മുന്നോട്ട് വന്നാൽ അത് വെറും ഒരു പ്രഹസനമായിരിക്കും നാട്ടുകാരെ ഊഞ്ഞാലാക്കാൻ. വളരെ ദുർബലമായ വാദങ്ങൾ ഉന്നയിച്ച് സിദ്ദിഖിന് രക്ഷപ്പെടുവാനുള്ള അവസരം അവർ തന്നെ ഉണ്ടാക്കി കൊടുക്കും. സുപ്രീം കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ, നമ്പറായി കഴിഞ്ഞാൽ വിധി വരുന്നതുവരെ പോലീസ് അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യത പിന്നില്ല. അതേസമയം തടസ്സ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അതിജീവിത വ്യക്തമാക്കി. സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാൽ തന്റെ ഭാഗം കേൾക്കാതെ തീരുമാനം എടുക്കരുതെന്നാണ് സുപ്രീം കോടതിയെ ഇര അറിയിക്കുക. പക്ഷേ സിദ്ദിഖിനുള്ള സപ്പോർട്ടോ പണമോ ആ ഇരയ്ക്കുണ്ടോ? ഇല്ല. അപ്പോൾ ഈ കേസിന്റെ ഔട്ട്കം എന്തായിരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അമ്മ സംഘടനയുടെ നിലപാട് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് നടൻ സിദ്ദിഖിനെതിരെ ബലാത്സംഗ പരാതിയുമായി യുവനടി രംഗത്തെത്തിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 28-ന് കേസെടുത്തതിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നു. നടിയുടെ പരാതിയിൽ ബലാത്സംഗം, IPC 376, ഭീഷണിപ്പെടുത്തൽ 506 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത്. 2016 ജനുവരിയിലാണ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ പീഡനത്തിനിരയായതെന്ന് നടി പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. സിദ്ദിഖ് അഭിനയിച്ച സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ശേഷമാണ് പീഡനം നടത്തിയതെന്നാണ് മൊഴി. കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടും പ്രതിക്കൊന്ന് ഹാജരാകുവാൻ ഒരു നോട്ടീസ് പോലും അന്വേഷണ സംഘം നൽകിയിരുന്നില്ല എന്നോർക്കണം. പ്രതിക്ക് ഹൈക്കോടതിയിൽ പോകുവാനുള്ള എല്ലാ സാവകാശവും പോലീസ് കൊടുത്തു. മാത്രമല്ല, ഹൈക്കോടതി വിധി വരുന്നതുവരെ ഇയാളെ ഒന്ന് വിളിപ്പിച്ചു പോലുമില്ല. കവിയൂർ പൊന്നമ്മയുടെ ശവയോടൊത്ത സ്ഥലത്ത് നിന്ന് വിരകിയ സിദ്ദിഖിനെ നിന്ന നിപ്പിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ മുതൽ കാണാതായി. സിദ്ദിഖ് എന്ന ബലാത്സംഗ കേസിലെ പ്രതിക്ക് രക്ഷപ്പെടുവാനുള്ള എല്ലാ ഒത്താശയും സാവകാശവും ചെയ്തു കൊടുത്തിട്ട് പോലീസ് നടത്തിയ ആ നാടകം കാണുക. ഒരു പകലും രാത്രിയും തിരച്ചിൽ നടത്തിയിട്ടും നടൻ സിദ്ദിഖിനെ പോലീസിന് കണ്ടെത്താനായില്ല പോലും. ഇന്നലെ രാത്രി കൊച്ചിയിലെ ചില ഹോട്ടലുകളിലും സിദ്ദിഖിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലും പോലീസ് പരിശോധന നടത്തിയത്രേ. എയർപോർട്ടുകളിലും ലുക്കൌട്ട് നോട്ടീസ് പതിച്ചു അത്രേ. കൊച്ചിയിലും ആലുവയിലും പ്രത്യേക ടീമുകളും അന്വേഷണം നടത്തുന്നുണ്ട് പോലും. സിദ്ദിഖിനെ ആരെങ്കിലും സംരക്ഷിച്ചാൽ അവർക്കെതിരെ കേസെടുക്കുവാനുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ടത്രേ. പരിശോധനയുടെ വിവരങ്ങൾ ചോരുന്നുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് പോലും. ഇവർ ആരോടാണ് ഇതൊക്കെ പറയുന്നത്? ഇത്രയും ഗുരുതരമായ ഒരു പരാതിയിൽ ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുവാനുള്ള എല്ലാ പ്രൈമറി എവിഡൻസുകളും പോലീസിന് ലഭിച്ചിരുന്നു. ബലാത്സംഗ കേസ് എടുത്തതിന് പിന്നാലെ DGPക്ക് നൽകിയ പരാതിയിലെ വിവരങ്ങൾ നടൻ സിദ്ദിഖിന് തന്നെ കുരുക്കായിരുന്നു. യുവനടിയെ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയതും മുറിയിൽ കണ്ടതും പരാതിയിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കിയ സിദ്ദിഖ് തിയേറ്ററിൽ വെച്ച് കണ്ടതും സംസാരിച്ചതും അവസരം നൽകാമെന്ന് പറഞ്ഞതുമെല്ലാം ശരിവെച്ചു. സിദ്ദിഖ് പറഞ്ഞെടുത്തുനിന്ന് തന്നെ അന്വേഷണം ആരംഭിച്ച പോലീസ്
യുവതിയുമായി മാസ്കറ്റ് ഹോട്ടലിലെത്തി തെളിവെടുത്തതോടെ സംഭവത്തിന്റെ പൂർണ്ണ ചിത്രം പോലീസിന് ലഭിച്ചു. ഹോട്ടലിലെ സംഭവങ്ങൾ സിദ്ദിഖ് മനഃപൂർവ്വം മറച്ചുവെച്ചതാണെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായി. സംഭവം നടന്ന 2016 ജനുവരി 28-ന് മാസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖ് മുറിയെടുത്തിരുന്നുവെന്നും അടുത്ത ദിവസം വൈകിട്ടാണ് റൂം വെക്കേറ്റ് ചെയ്തതെന്നും ഭക്ഷണത്തെക്കുറിച്ചുള്ള സിദ്ദിഖിന്റെ കമന്റ് തെളിവായി എടുത്ത് അന്ന് കഴിച്ചത് എന്തൊക്കെയാണെന്നതിന്റെ ബിൽ തടിയപ്പോൾ ഫിഷ് കറി മീൽസും തൈരുമാണെന്ന് കണ്ടെത്തുകയും ഇത് മുറിയിലെത്തിച്ച വെയിറ്റർമാരുടെയും മൊഴിയെടുത്തിരുന്നു, അവർ അത് സത്യമാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ വേണമെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഇനി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ ഹൈക്കോടതിയിൽ ഇദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന്റെ തലേന്ന് മുതലെങ്കിലും പോലീസ് ഇദ്ദേഹത്തിന്റെ മൂവ്മെന്റ് നിരീക്ഷിക്കേണ്ടതായിരുന്നു. ഫോണിന്റെ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരുന്നാൽ ഈ സാഹചര്യത്തിൽ പൊട്ടന്മാർ പോലും സ്വന്തം ഫോൺ കൊണ്ടുപോകുമോ? ഇല്ല, അവർ അത് ഓണാക്കി വീട്ടിൽ വെക്കും. അത് മനസ്സിലാക്കാൻ പോലുമുള്ള ബോധമില്ലാത്തവരാണോ കേരള പോലീസിലുള്ളത്? അങ്ങനെ മനഃപൂർവ്വം സിദ്ദിഖിന് രക്ഷപ്പെടുവാൻ അവസരം ഒരുക്കി കൊടുത്തു എന്ന് വേണം അനുമാനിക്കുവാൻ. ഏതാനും ദിവസത്തേക്കെങ്കിലും ജയിലിൽ പോകാതെ ഇരിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ എത്ര കോടി വേണമെങ്കിലും സിദ്ദിഖ് ഇറക്കും. ഈ സമയത്ത് ബാർഗൈനിങ് ഒന്നും കാണില്ല, ചോദിക്കുന്നത് കൊടുക്കും എന്ന് പോലീസ് ഉന്നതന് അറിയാം. പോലീസുകാരുമായി ഇടപെട്ട് ഇത്തരം സെറ്റിൽമെന്റ് ചെയ്യുന്ന ഏജന്റുമാർ വരെയുണ്ട്. അങ്ങനെ കോടികൾ മേടിച്ചാണ് സിദ്ദിഖ് എന്ന വിടനെ പോലീസ് രക്ഷപ്പെടുവാൻ അനുവദിച്ചത് എന്ന് നിസ്സംശയം പറയാം. അതല്ലെങ്കിൽ പോലീസിന് എന്തുകൊണ്ടൊരു ത്രെറ്റ് പെർസെപ്ഷൻ ഉണ്ടായില്ല? എന്തുകൊണ്ടവർ പ്രൊവാക്റ്റീവ് ആയില്ല? പണി വരുമെന്ന് കാണുമ്പോൾ ഒരു ക്രിമിനൽ പ്രൊവാക്റ്റീവ് ആകുമെന്ന് ഇവർക്ക് എന്തുകൊണ്ട് അറിയില്ല? പോലീസ് ട്രെയിനിങ് കോളേജിൽ ഇപ്പോൾ ശശിയുടെ മുന്നിൽ അങ്ങനെ കുനിഞ്ഞു നിൽക്കാമെന്ന് മാത്രമാണോ പോലീസുകാരെ പഠിപ്പിക്കുന്നത്? ഇവന്മാർ വരും കിണയായതുകൊണ്ടല്ലേ അൻവറുമാർ ഈ നാട്ടിൽ പിറവിയെടുക്കുന്നത്? ഒന്ന് സഹായിച്ചാൽ അൻവറിന്റെ കോണകം വേണമെങ്കിലും കഴുകി കുടിക്കാം, ആയുഷ്കാലം അടിമയായി കുഞ്ഞു നിന്നു കൊടുക്കാം എന്ന് വെളിപ്പെടുത്തിയ സുജിത് ദാസ് എന്ന നാണംകെട്ട IPS നാറികൾ IPSകാരായുള്ള പോലീസ് സേനയാണ് ഇതെന്ന് ഓർക്കണം. കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്ത് തരവഴിയും കാണിക്കുന്നവന്മാരാണ് ഇവന്മാരെന്ന് പലവട്ടം തെളിയിച്ചിട്ടുമുണ്ട്. പിണറായിയുടെ പിടിച്ചുവെപ്പുകാരൻ ശശിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സത്യസന്ധമായ വാർത്ത നൽകി എന്ന വിഷയത്തിൽ സുമോട്ടോ കേസ് എടുത്ത് നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ ഓഫീസ് കുത്തി തുറന്ന് ഇവന്മാർ കാണിച്ച പിറപ്പുകൾ നിങ്ങളാരും മറന്നിരിക്കുവാൻ ഇടയില്ലല്ലോ അല്ലേ? ആ മോന്റെ മോന്മാരാണിന്ന് സിദ്ദിഖ് ഞങ്ങളെ മുണ്ടുപൊക്കി കാണിച്ചിട്ട് പോയേ എന്ന് പറഞ്ഞ് വായിൽ വിരലുമിട്ട് നിൽക്കുന്നത്. ഇവരോട് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇവന്മാർ എന്തിനാണ് വെറുതെ ലാത്തിയും തൂക്കിയിട്ട് കൊണ്ട് നടക്കുന്നത്? ഇത്തരം വിടന്മാരെ അറസ്റ്റ് ചെയ്യുവാൻ ഞങ്ങളുടെ ആ നെഞ്ചത്ത് കയറിയ ശുഷ്കാന്തി കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആ അൻവറിനെ വിളിക്കൂ, അദ്ദേഹം സിദ്ദിഖിനെ പിടിച്ച് കയ്യിൽ തരും. നിങ്ങൾ സമയം മെനക്കെടുത്താതെ കമലയുടെ അടിപ്പാവട അലക്കാൻ ദയവായി പോവുക, അതാണ് നല്ലത്. നാളെ വിടൻ സിദ്ദിഖ് മധ്യവിരൽ മടക്കി കാണിച്ച് ഇളിച്ചോണ്ട് വരും. അകമ്പടി സേവിക്കുവാൻ, സംരക്ഷണം ഒരുക്കുവാൻ നിങ്ങൾ റെഡിയായി നിൽക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.